പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് പ്രത്യാശയും ഉറപ്പും ധൈര്യവും നമുക്ക് ഓരോ നാളും തന്നു. നമ്മൾ വീണു പോകും, തകർന്നു പോകും എന്നൊക്കെ ലോകം പറഞ്ഞെടുത്ത് നമ്മൾ തന്നെ പലപ്പോഴും വീണു പോകും, തകർന്നു പോകുന്നു നമ്മൾ ചിലപ്പോൾ പറയും. അവിടെ പോലും നമ്മളെ പിടിച്ചുയർത്തി നിർത്തുവാൻ ശക്തിയുള്ളതാണ് വചനം. വചനം കേട്ട് ചെയ്യുന്നവനെ കുറിച്ച് കർത്താവ് പറഞ്ഞത്, എന്റെ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യരാണ്. അപ്പൊ വചനം കേട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായ അടിസ്ഥാനത്തിന്റെ മേൽ ഭവനം പണിയുന്ന വ്യക്തിക്ക് ഈക്വലാണ് വചനം കേട്ട് പ്രവർത്തികളെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്, ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നാളുകൾ നമ്മൾ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഓരോ നാളും മുതിർന്നു വരാനായിട്ട് കർത്താവിനോട് ചേർന്നിരിക്കുകയും വചനം വായിക്കുകയും വചനത്തിൽ അടിസ്ഥാനപ്പെടുകയും വചനത്തെ വിശ്വസിക്കണം. ഇത് എന്നോടുള്ളതാണ്, ഇത് എന്നോടുള്ള വചനമാണ്. ആ ഒരു ഫെയ്ത്ത് നമ്മുടെ അകത്തുണ്ടാകും. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് റോമാലേഖനം അതിന്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അബ്രഹാം ദൈവത്തിൽ നിന്ന് ദൈവവചനമൊക്കെ കേട്ടതായ അബ്രഹാം, റോമാലേഖനം 4-ാം അധ്യായം 21-ാം വാക്യം, അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതായത് അബ്രഹാമിന്റെ അകത്തുണ്ടായിരുന്ന ഉറപ്പിതാണ്, എന്നോട് പറഞ്ഞതിനെ നിവർത്തിപ്പാൻ എന്റെ ദൈവം മതിയായിരുന്നു. എന്നോട് പറഞ്ഞ കാര്യമില്ല, അത് നിവർത്തിപ്പാൻ എന്റെ ദൈവം മതിയായിരുന്നു. അപ്പൊ അതിനപ്പുറത്തൊരു വേറൊന്നും വേണ്ട. എന്നോട് പറഞ്ഞതിനെ, എന്നോട് പ്രോമിസ് ചെയ്തതിനെ നിവർത്തിപ്പാൻ ദൈവശക്തനാണ്. അതിലും അതിനേക്കാൾ വലിയൊരു വിശ്വാസം എന്തോ ഉണ്ട്. എന്നോട് പറഞ്ഞതിനെ നിവർത്തിപ്പാൻ ദൈവശക്തൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തുമായിട്ട് നമുക്കൊരു ഉറപ്പ് വേണം. എന്നോട് വാക്ക് പറഞ്ഞതിനെ, എന്നോട് വാഗ്ദത്തം ചെയ്തതിനെ നിവർത്തിപ്പാൻ ദൈവശക്തനാണ്. അവിടെ നിങ്ങൾ ഒരിടത്തും ഒരു പോയിന്റിലും നിരാശപ്പെടരുത്. ധൈര്യം ഉറപ്പുള്ളവരായിട്ട് എന്നോട് വാക്ക് പറഞ്ഞതിനെ കർത്താവ് ചെയ്യും. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഉറപ്പാണ്, എന്നോട് വാഗ്ദത്തം ചെയ്തതിനെ ദൈവം നിവർത്തിക്കും. അപ്പൊ അബ്രഹാമിനെ കുറിച്ച് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം 17 മുതലുള്ള വാക്യം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ച് എന്ന് എഴുതിയിരിക്കുന്നു. നിന്റെ സന്തതി ഈ വണ്ണമാകുമെന്ന് അരുളി ചെയ്തതുപോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അബ്രഹാം അവിശ്വസിച്ചില്ല എന്ന് തന്നെയാ പറയുന്നത്. അബ്രഹാം അവിശ്വസിച്ചേ ഇല്ല, അതാണ് ഇവിടെ പറയുന്നത്. അബ്രഹാം അവിശ്വസിച്ചില്ല എന്നിവിടെ പറയുമ്പോൾ നമുക്കത് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമോ? ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കിൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിന് ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. എവിടെയാ ദൈവത്തിന് മഹത്വം കൊടുത്തത്? നമ്മൾ ചില കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അതിന്റെ 15-ാം അധ്യായത്തില് ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നത് കാണാൻ കഴിയും. അതിന്റെ 15-ാം അധ്യായത്തിൽ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കും. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാണ്. 2-ാം വാക്യം, അതിന് കർത്താവേ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശ ദമശ്ശേക്കുകാരനായി എലിയാസർ അത്ര എന്ന് പറയും. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുമെന്ന് പറഞ്ഞു അബ്രഹാം പറയുകയാണ്, നീ എനിക്ക് മക്കളെ തന്നിട്ടില്ല. വാഗ്ദത്തം ചെയ്തത് ശരിയാ, പക്ഷെ മക്കളെ തന്നിട്ടില്ല. മക്കളെ തരാത്തത് കൊണ്ട് എന്റെ വീട്ടിലെ വേലക്കാരന് ഇതിനെല്ലാം അവകാശമായിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുമ്പോൾ പിന്നത്തെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അബ്രഹാം പറഞ്ഞൊരു കാര്യമാണ്, കർത്താവേ എനിക്ക് നീ വേറെ മക്കളെ ഒന്നും തന്നില്ലെങ്കിൽ സാറ് ഇസ്മായേല് ജീവനോടിരുന്നാണ്. കർത്താവ് വീണ്ടും പറഞ്ഞപ്പോ അവൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് വേറെ മക്കളൊന്നും വേണമെന്നില്ല, എനിക്കുള്ള ഇസ്മായേലില്ലേ അവൻ ജീവനോടിരുന്നാണ്. അവിടെ പറയുന്നൊരു കാര്യമാണ്. പിന്നത്തതിൽ അബ്രഹാം ദൈവത്തോട് പറഞ്ഞൊരു കാര്യം ഇതാ, അതിന്റെ 18-ാം അധ്യായം 13-ാം വാക്യം, യഹോവ അബ്രഹാമിനോട്
വൃദ്ധയായി ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? യഹോവയിൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് അവിടെ പറയുമ്പോ നമുക്കറിയാം അബ്രഹാം എന്ത് ചെയ്തു? ചിരിച്ച് അബ്രഹാം ദൈവത്തെ പരിഹസിക്കുക ചെയ്തു. അബ്രഹാം ദൈവത്തെ പരിഹസിക്കാൻ ചിരിച്ച് കവിണ് വീണ് ചിരിച്ചു എന്നായിരുന്നു. നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 17-ാം അധ്യായത്തിൽ 17-ാം വാക്യം, അപ്പോൾ അബ്രഹാം കവിണ് വീണ് ചിരിച്ചു, 100 വയസ്സുള്ളവന് മകൻ ജനിക്കുമോ, 90 വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. എന്നിട്ട് 18-ാം വാക്യം, ഇസ്മായിൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അവിടെ അബ്രഹാം ചിരിച്ചു, സാറ പരിഹസിച്ചാണ് ചിരിക്കുന്നത്. നടക്കത്തില്ല, ഇത് സാധ്യമല്ല എന്നൊരു ഭാവത്തോടെയാണ് ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു കാര്യം നടക്കുമെന്നൊരു ഉറപ്പില്ലല്ല, നടക്കത്തില്ല എന്ന ബോധ്യത്തില ചിരിക്കുന്നത്, പരിഹസിച്ചുകൊണ്ടുള്ള ചിരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എവിടെയാണ് അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എവിടെയാണ് ദൈവം പറഞ്ഞ വാക്കിനെ അബ്രഹാം വിശ്വസിച്ചു എന്ന് കാണാൻ സാധിക്കുന്നത്? നമുക്കിവിടെ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അബ്രഹാമിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അബ്രഹാമിനെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തില് അബ്രഹാം തന്റെ സാഹചര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. തന്റെ ശരീരത്തിന് നിർജീവത്വം, സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം, തങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാഗ്ദത്തം നിവർത്തിക്കപ്പെടാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ശാരീരികമായിട്ടുള്ള അബ്രഹാമിന്റെ യഥാർത്ഥ അവസ്ഥ അബ്രഹാമിന് അറിയാം. അതുപോലെ തന്നെ സാറയുടെ ശാരീരികമായ അവസ്ഥ അബ്രഹാമിന് അറിയാം. വർഷങ്ങളായി എന്നറിയാം, പ്രായമായി എന്നറിയാം. ഇപ്പൊ വീട്ടിലെ സാഹചര്യങ്ങൾ, ദമ്മേശേക്കുകാരനെ എലിയാസ് വീട്ടിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നു. അപ്പൊ ഇതെല്ലാം അബ്രഹാം കണ്ടുകൊണ്ടിരിക്കുക. അബ്രഹാം കാഴ്ചയാൽ നോക്കുമ്പോൾ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് തക്കവണ്ണം തന്റെ ജീവിതത്തിലോ തന്റെ ഭവനത്തിലോ ഒന്നും സംഭവിക്കുന്നില്ല. വാഗ്ദത്തങ്ങൾ അങ്ങനെയുണ്ട്, പക്ഷെ സാഹചര്യങ്ങൾ അതിന് അനുകൂലമായിട്ടല്ല പോകുന്നത്. വാഗ്ദത്തം അവിടെ ഉള്ളപ്പോൾ തന്നെ സാഹചര്യങ്ങൾ അതിന് വിപരീതമായി പോകുന്നു. അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞത് ഇസ്മായിൽ ജീവനോടിരുന്നാ മതി. ഉൽപ്പത്തി 17-ന്റെ 17-ലും 18-ലും അബ്രഹാം പറയുക, അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. 18-ാം വാക്യത്തിൽ പറഞ്ഞു ഇസ്മായിൽ നിന്റെ മുമ്പാകെ ജീവനോടിരുന്നാ മതി. അത്രത്തോളം അബ്രഹാമിന്റെ അകത്ത് അവിശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല, സാഹചര്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടവരെന്ന് വേണം പറയാൻ. എന്നാൽ നമ്മൾ ഈ റോമാലേഖനത്തിൽ എന്താണ് വായിക്കുന്നത്? അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തു. അതെങ്ങനെയാ? അബ്രഹാം ദൈവം വാഗ്ദത്തം ചെയ്തതിനെ പരിഹസിച്ചു തള്ളി, ചിരിച്ച് കവിണ് വീണ് ചിരിച്ചു. സാറയും ചിരിച്ചു. 18-ാം അധ്യായത്തിൽ സാറ ചിരിച്ചു എന്ന് കാണും. 17-ാം അധ്യായത്തിൽ അബ്രഹാം കവിണ് വീണ് ചിരിച്ചു എന്ന് കാണും. ഇസ്മായിൽ എങ്ങനെയെങ്കിലും ജീവനോടിരുന്നാൽ മതി എന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം പറയുന്ന അബ്രഹാം, ഇങ്ങനെ പെരുമാറുന്ന അബ്രഹാം, ഈ അബ്രഹാം എങ്ങനെയാണ് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്? ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നിലയിലേക്ക് അബ്രഹാം ആയി തീർന്നു എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യം. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അബ്രഹാം 15-ാം അധ്യായത്തിൽ പറഞ്ഞത് എന്റെ ദാസൻ, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ എല്ലാ അവകാശമാക്കും, എന്റേത് മുഴുവൻ അവന്റെ സ്വന്തമാക്കും. അത് ഒരു സംശയത്തോടു കൂടെ അല്ല പറയുന്നത്, സാധ്യതയല്ല പറയുന്നത്, അങ്ങനെയാണ്, അതങ്ങനെ അങ്ങ് പറയുക. അപ്പൊ അങ്ങനെയുള്ള അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അവിടെയാണ് ദൈവത്തിന്റെ അബ്രഹാമിനോടുള്ള സമീപനത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ദൈവദിനത്തിൽ വായിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന് 6-ാം വാക്യം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവം അവന് അത് നീതിയായിട്ട് കണക്കിട്ടു. ദൈവം പറഞ്ഞു വാഗ്ദത്തങ്ങൾ ധാരാളം ഉണ്ട്, ആ വാഗ്ദത്തങ്ങളിൽ അബ്രഹാം വിശ്വസിച്ചു. ദൈവം പറഞ്ഞതിനെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. അതായത് കർത്താവ് അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് അവന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. അവനെ നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് പറഞ്ഞു നക്ഷത്രങ്ങളെ എണ്ണാൻ പറഞ്ഞു. എണ്ണാനായിട്ട് തുടങ്ങിയപ്പോ ദൈവം പറഞ്ഞു നിർത്ത്, എണ്ണാൻ വേണ്ടിയിട്ടല്ല, ഇതുപോലെ ഞാൻ നിനക്ക് സന്തതികൾ തരും. ഇതായിരുന്നു ദൈവം അബ്രഹാമിന് കൊടുത്ത പ്രോമിസ്. ഇതായിരുന്നു അബ്രഹാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പ്രോമിസ്. ഈ വാഗ്ദത്തത്തിൽ നിൽക്കുന്ന അബ്രഹാം, ഈ വാഗ്ദത്തത്തിൽ കിടക്കുന്ന അബ്രഹാം, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇവിടെ ദൈവം പറഞ്ഞതിനെ സാഹചര്യങ്ങളും അവസ്ഥകളും പരിഗണിക്കാതെ വിശ്വസിച്ചു. അപ്പൊ അവിടെ വിശ്വസിച്ചപ്പോൾ തന്നെ നീതിയായി കണക്കിട്ടു. നീതീകരിച്ചു എന്നല്ല, നീതിയായി കണക്കിട്ടു.
അവനെ നീതീകരിച്ചു എന്നതിനപ്പുറത്ത് അവൻ പറഞ്ഞതിനെ നീതിയായിട്ട് കൺസിഡർ ചെയ്തു, അത്രേ ഉള്ളൂ അവന്റെ വിശ്വാസം. അപ്പൊ അവിടെ ദൈവം അവനെ നീതിയായി കണക്കിട്ടുവെങ്കിലും അവന്റെ തലമുറകളെ ഉൾപ്പെടെ നീതീകരിച്ചത് യേശുവിന്റെ ക്രൂശ് പുനരുത്ഥാനത്തിലൂടെ നീതീകരിച്ചു. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാമിനെ നീതിയായി കണക്കിട്ടു. അബ്രഹാം വിശ്വസിച്ച് ദൈവം നീതിയായി കണക്കിട്ടു. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം പറഞ്ഞ വാക്കുകൾ നെഗറ്റീവാണ്. ദൈവം പറഞ്ഞ വാക്കിന് വിപരീതമായിട്ടാണ് അബ്രഹാം പറഞ്ഞത്. പക്ഷെ അബ്രഹാമിന്റെ വാക്കുകളെക്കാൾ ദൈവം അവിടെ നോക്കുന്നത് അബ്രഹാമിന്റെ ഹൃദയത്തെ. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ അവിടെ വചനത്തിൽ നമുക്കൊരു കാര്യം അറിയാം. അബ്രഹാം ദൈവത്തോട് സംസാരിച്ചപ്പോഴെല്ലാം ഇങ്ങനെയാ സംസാരിച്ചത്, അല്ലെ? നമുക്ക് ഉൽപ്പത്തി ദിവസം 17-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത് അവിടെ കർത്താവിനെ പരിഹസിച്ചു എന്നാണ്. പരിഹസിച്ചു. അവിടെ ഇസ്മായേൽ ജീവനോടിരുന്നാ മതിയെന്ന് പറഞ്ഞു. എന്നാൽ ഈ 17-ാം അധ്യായത്തില് ദൈവം ഒരു കൽപ്പന കൊടുത്തു. എന്ത് ചെയ്യണം? നിന്റെ തലമുറയിൽ, നിന്റെ ഭവനത്തിൽ ജനിക്കുന്ന ആൺ തലമുറകളെല്ലാം പരിച്ഛേദനയാക്കണം. അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ചോദിച്ചപ്പോൾ ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും ചെയ്ത ആളാണ്. പക്ഷെ നമുക്ക് ഇവിടെ വചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം എന്ത് പറഞ്ഞോ അതിനെ അബ്രഹാം അനുസരിച്ചു. പരിച്ഛേദന ഏൽക്കണമെന്ന് പറഞ്ഞു. സകലരും ആമേൻ പരിച്ഛേദന ഏറ്റു. അബ്രഹാം അത് അനുസരിച്ചു. ഇവിടെ ദൈവം പറഞ്ഞതിനെ പരിഹസിക്കുന്നവനായ അല്ലെങ്കിൽ വിശ്വസിക്കാത്ത അബ്രഹാമിനെ തന്നെ നമ്മളവിടെ കാണുന്നത്. പറഞ്ഞതിനെ വിശ്വസിക്കാത്ത അബ്രഹാമിനെ നമ്മളവിടെ കാണുന്നത്. എന്നാല് നമുക്ക് അബ്രഹാമിന്റെ വേറൊരു സ്വഭാവം നമുക്കവിടെ കാണാൻ കഴിയും. എന്താണെന്നറിയോ? അബ്രഹാമിന്റെ 2 ക്വാളിറ്റീസ്. ഒന്ന്, അബ്രഹാമിനോട് ദൈവം എന്തു പറയുന്നോ അതിനെ അനുസരിക്കുന്നവരാണ്. ഇറങ്ങി പുറപ്പെട്ടു വരാൻ പറഞ്ഞു, പുറപ്പെട്ടു. അതുപോലെ തന്നെ തല ഉയർത്തി നോക്കാൻ പറഞ്ഞു, അവൻ നോക്കി. പരിച്ഛേദന ഏൽക്കാൻ പറഞ്ഞു, പരിച്ഛേദന ഏറ്റു. അതുപോലെ തന്നെ ദൈവം അവന്റെ മുമ്പിൽ പ്രത്യക്ഷമായിടത്തല്ല, ദർശനത്തിലല്ല, അല്ലാതെ വെളിപ്പെട്ടിടത്തല്ല ദൈവത്തിന് ദാനങ്ങളെ നൽകുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് യാഗം അർപ്പിക്കുന്ന, ദൈവത്തെ മാനിക്കുന്ന, കവിണ് വീണ് നമസ്കരിക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാമിന് ഒരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞത് നിവൃത്തിയായോ ഇല്ലയോ എന്നുള്ളത് അബ്രഹാമിനെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന കാര്യമായിട്ട് കാണാൻ സാധ്യമല്ല. അതിനപ്പുറത്ത് അബ്രഹാമിനെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുമോ, ദൈവം പറഞ്ഞത് സംഭവിച്ചാലും ഇല്ലെങ്കിലും ദൈവം ദൈവമാണെന്നുള്ള അറിവോടുകൂടെ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടുണ്ടാകുക. ചിന്തിച്ചു നോക്കുക, ഏകജാതനായ മകൻ 100-ാമത്തെ വയസ്സിൽ കിട്ടിയ വാഗ്ദത്ത സന്തതി ഇസ്മായേൽ വീട്ടിലുണ്ടായിരുന്നു. ഇസ്മായേലിനെ പറഞ്ഞു വിട്ടു. ഇപ്പൊ വേറെ കുഞ്ഞുങ്ങൾ ആരുമില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം പറയുകയാണ്, ഇസ്ഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം അർപ്പിക്കാൻ പറഞ്ഞപ്പോ യാഗം അർപ്പിക്കാനുള്ള ധൈര്യവും മനസ്സും എവിടെ കിട്ടി? അപ്പൊ ഈ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം ദൈവം വാഗ്ദത്തം ചെയ്തു, തലമുറ ഉണ്ടായില്ല, കുഞ്ഞുങ്ങൾ ജനിച്ചില്ല. ആ കുഞ്ഞുങ്ങൾ ജനിക്കാത്തതോ തലമുറ ഉണ്ടാകാതിരിക്കുന്നതോ അതൊന്നും ദൈവത്തെ ദൈവമാണെന്ന് കണ്ടുകൊണ്ട് മഹത്വം കൊടുക്കുന്നതിന് വിരോധമായി അബ്രഹാം കണ്ടില്ല. അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്ത ആ ഒരു മേഖലയില്ല. അതായത് വാഗൊണ്ട് പറയാൻ അവൻ അറിയില്ല. അവന് അങ്ങേക്ക് മഹത്വം, അങ്ങ് അത്യുന്നതനാണ്, അങ്ങ് അതൊന്നും പറഞ്ഞ് ധരിപ്പിക്കാനുള്ള ഒരു പ്രാപ്തി അബ്രഹാമിന്റെ സംസാര രീതി നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അബ്രഹാമിന്റെ ജീവിത രീതി നോക്കിയാൽ ദൈവത്തിന് അർഹിക്കുന്ന മഹത്വം കൊടുക്കുന്നവനായിരുന്നു അബ്രഹാം. അതെ, ഹല്ലേലൂയ. മൽക്കീസേദെക്കിനെ കണ്ടപ്പോ തന്നെ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനെന്ന് മനസ്സിലാക്കിയ അബ്രഹാം അവന് സകലത്തിലും ദശാംശം. ഇവിടെ അബ്രഹാമിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത് വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതിരുന്നത്, വാഗ്ദത്തം നിവർത്തി സംഭവിക്കാതിരുന്നത്, തലമുറകൾ ലഭിക്കാതിരുന്നത് ദൈവത്തോടുള്ള ബഹുമാനത്തെ കുറച്ചു കളയാനോ, ദൈവത്തോടുള്ള ആ ബന്ധത്തെ കുറച്ചു കളയാനോ, ദൈവത്തെ ദൈവമായി കാണുന്നതിന് തടസ്സമായിട്ടോ അബ്രഹാമിന് മുമ്പിൽ നിന്നില്ല. അപ്പൊ ഇവിടെ നമ്മുടെ ജീവിതത്തില് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താ? അവരുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ ലഭിക്കാതെ വരും, വിശ്വസിച്ച കാര്യങ്ങൾ നടക്കാതെ വരും, ദൈവം പറഞ്ഞത് നിറവേറാതിരിക്കുമ്പോൾ പലപ്പോഴും ആമേൻ ദൈവത്തോടുള്ള ബന്ധം, ദൈവത്തോടുള്ള പെരുമാറ്റം, ദൈവത്തോടുള്ള ആരാധന രീതിയൊക്കെ നമ്മൾ വേറൊരു നിലയിലേക്ക് തിരിക്കും. അവിടെയാണ് അബ്രഹാം വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത്. അവിടെയാണ് അബ്രഹാമിന് വിശ്വാസികളുടെ പിതാവായിട്ടും അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ടു എന്നതിന്റെയും യഥാർത്ഥമായ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിന് തലമുറ ലഭിച്ചില്ല, 100 വയസ്സായിട്ട് കുഞ്ഞുങ്ങൾ അവന് ലഭിച്ചില്ല. പക്ഷേ ദൈവം വാഗ്ദത്തം ചെയ്തതിൽ അവൻ ഉറപ്പുണ്ട്.
അവൻ വാക്കുകൊണ്ട് സംശയിച്ചു, വാക്കുകൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്തു. അവൻ ദൈവം വാക്തത്വം പറഞ്ഞപ്പോ കവിണ് വീണ് ചിരിച്ചു. ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഇതെല്ലാം ചെയ്തവനായ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ കാണാൻ സാധിക്കുന്നത് എപ്പോഴെല്ലാം ദൈവം പ്രത്യക്ഷനായോ അപ്പോഴെല്ലാം ദൈവത്തിന് യാഗം അർപ്പിക്കുന്നതും, എപ്പോഴെല്ലാം ദൈവം എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടോ, പരിച്ഛേദന എടുക്കാൻ പറഞ്ഞപ്പോ പരിച്ഛേദന ഏറ്റു, തല ഉയർത്തി നോക്കാൻ പറഞ്ഞപ്പോ തല ഉയർത്തി നോക്കി, മകനെ യാഗം അർപ്പിക്കാൻ പറഞ്ഞപ്പോ യാഗം അർപ്പിച്ചു, ഹാഗറിനെയും കുഞ്ഞിനെ പുറത്തിറക്കി വിടാൻ പറഞ്ഞപ്പോ പുറത്തിറക്കി വിട്ടു. ദൈവം എന്തെല്ലാം പറഞ്ഞോ അതിനെ അതുപോലെ അനുസരിക്കുന്നവനായ അബ്രഹാം. അതായത് ഹല്ലേലൂയ, ദൈവം തന്റെ വാക്ക് നിവർത്തിച്ചില്ലയോ അതിനെ അവൻ ശ്രദ്ധിച്ചില്ല. അവൻ ഒരു കാര്യത്തിൽ അവൻ വളരെ ശ്രദ്ധാലുവായിരുന്നു. ദൈവത്തിന് അർഹിക്കുന്ന മഹത്വം കൊടുക്കുന്ന കാര്യത്തിൽ, ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യത്തില്, ദൈവത്തെ മാനിക്കുന്ന കാര്യത്തില്, ദൈവത്തെ അനുസരിക്കുന്ന കാര്യത്തില്, ദൈവത്തെ ഹല്ലേലൂയ ഉയർത്തി അവൻ ഉന്നതനെന്ന നിലയിൽ തന്നെ അവനെ മാനിക്കുന്ന കാര്യത്തില് അബ്രഹാം വിശ്വസ്തനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്ന ഈ ഒരു മേഖലയില്ല. ദൈവം നമുക്ക് തരുന്നതിനെ അനുസരിച്ചാണ് നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. അല്ല, നമ്മൾക്ക് തരുന്നതും നമ്മുടെ ജീവിതത്തിൽ വാക്തത്വ നിവൃത്തിയോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ദൈവത്തെ ദൈവമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ ദൈവമാകിയാൽ, അവൻ സർവശക്തനാകിയാൽ, അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാകിയാൽ, അവൻ വിടുവിക്കുന്നവനാകിയാൽ, അവൻ മാറാത്തവനാകിയാൽ, അവൻ അത്യുന്നതനാകിയാൽ, അവൻ ആകുന്ന പോലെ അവനെ കാണുമ്പോൾ, അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഞാൻ പറയാം, ഹല്ലേലൂയ, ഒന്ന്, നിങ്ങൾക്ക് വാഗ്ദത്ത നിവൃത്തി നിങ്ങൾ പ്രാപിക്കും. നിശ്ചയമാണ്, വാഗ്ദത്ത നിവൃത്തി നിങ്ങൾ പ്രാപിക്കും. തലമുറകളെ നിങ്ങൾക്ക് നിശ്ചയമായി ലഭിക്കും. ആമേൻ. എന്നതിനപ്പുറത്ത് ഹല്ലേലൂയ, നിങ്ങളിൽ കൂടെ ആമേൻ ചരിത്രം സൃഷ്ടിക്കാൻ, നിങ്ങളിലൂടെ ലോക ജനതകൾ അനുഗ്രഹിക്കപ്പെടാൻ, ജനതകൾക്ക് അനുഗ്രഹമായി മാറുന്ന ഹല്ലേലൂയ നിങ്ങളുടെ ആയുസ്സിലും ആമേൻ. നമുക്ക് അബ്രഹാമിന്റെ ആയുഷ് നാളുകളേക്കാൾ എത്രയോ പല മടങ്ങ് വർഷം ജീവിച്ചിരുന്നവരെ കുറിച്ച് ചരിത്രത്തിൽ ഇവിടെ ഉൽപ്പത്തി ദിവസങ്ങൾ 5 നമ്മൾ വായിക്കും. പലരുടെ ചരിത്രം, പലരുടെ കഥകൾ എഴുതിയിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾ ജീവിച്ചിരുന്നവർ. എന്നാൽ അവരുടെ ആരുടെയും ജീവിതത്തിലൂടെ സംഭവിക്കാത്തത് അബ്രഹാമിന്റെ ജീവിതത്തിലൂടെ ചരിത്രത്തെ തൊടുന്ന പോലെ സംഭവിക്കാൻ കാര്യം എന്താണെന്നറിയാമോ? അബ്രഹാമിന് ഒരു കാര്യം അറിയാം. ആമൻ, എന്റെ ദൈവം എന്നോട് വാക്ക് പറഞ്ഞത് അവൻ അത് നിവർത്തിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. ആമൻ, എനിക്ക് ഇസഹാക്കിനെ തരുമെന്ന് പറഞ്ഞു, തലമുറകളെ തരുമെന്ന് പറഞ്ഞു, തലമുറ കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം വസ്തുത. അബ്രഹാമിന്റെ ശ്രദ്ധ ഒറ്റ കാര്യത്തിലാണ്, ഒരിടത്തും ദൈവത്തിന് അർഹിക്കുന്ന മഹത്വം കുറഞ്ഞു പോകാതിരിക്കാൻ, അവൻ അർഹിക്കുന്ന മഹത്വം കൊടുക്കാനായിട്ട്, ദൈവത്തിന് അർഹിക്കുന്ന മഹത്വം. ഹല്ലേലൂയ, ദൈവത്തെ ദൈവമായി കണ്ടുകൊണ്ട്, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു അത്ഭുതമായി മാറാൻ, നിങ്ങൾ ദൈവത്തിന് ഹല്ലേലൂയ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരെ മാറാൻ, നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തെ ദൈവമായി കണ്ട് അവൻ അർഹിക്കുന്ന മഹത്വം കൊടുക്കണം. ദൈവത്തെ ദൈവമായി കണ്ട് അവൻ അർഹിക്കുന്ന മഹത്വം കൊടുക്കണം. ആമേൻ. നമ്മുടെ അത്ഭുതം നമ്മൾ പ്രാപിക്കുന്ന അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ദൈവത്തെ കാണേണ്ടത്. നാം പ്രാപിക്കുന്ന വിടുതലുകളുടെ അടിസ്ഥാനത്തിലല്ല ദൈവത്തെ കാണേണ്ടത്. നാം പ്രാപിക്കുന്ന അസാധാരണ വീര്യപ്രവർത്തികളുടെ അടിസ്ഥാനത്തിലല്ല നാം ദൈവത്തെ കാണേണ്ടത്. ഹല്ലേലൂയ, ദൈവത്തെ അവനെ ദൈവമായി തന്നെ കാണണം, അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന വീര്യപ്രവർത്തികളുടെ അടിസ്ഥാനത്തിലല്ല. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഏറ്റവും വലിയ വീര്യപ്രവൃത്തി എന്താണെന്നറിയാമോ? അത്ഭുതം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ഏത് സാഹചര്യത്തിലും ദൈവത്തെ ദൈവമായി കണ്ട് അവൻ അർഹിക്കുന്ന മഹത്വം അവന് കൊടുക്കുമ്പം, അവൻ അർഹിക്കുന്ന മഹത്വം ആ കർത്താവിന് കൊടുക്കുമ്പം, ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാളും ആമേൻ ഹല്ലേലൂയ ആമേൻ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല, നിങ്ങൾ തോറ്റു പോകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും ഒരു വള്ളിയും പുള്ളിയും കുറയാതെ നിവർത്തിച്ചിരിക്കും. ഒരു വള്ളിക്കും പുള്ളിക്കും കുറവ് വരാതെ നിങ്ങളോട് വാക്ക് പറഞ്ഞവൻ അതിനെ നിവർത്തിച്ചിരിക്കും. അതിന് ഹല്ലേലൂയ നമ്മളിൽ വേണ്ടത് അത്ഭുതങ്ങളെ കണ്ടുകൊണ്ട് മഹത്വം കൊടുക്കുന്നവരായിട്ടല്ല, ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തി കണ്ടിട്ട് അത്ഭുതങ്ങളെ കണ്ട് മഹത്വം കൊടുക്കുന്നവരായിട്ടല്ല. നമ്മളിൽ വേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അവനെ ദൈവമായി കണ്ടുകൊണ്ട്, ദൈവത്തെ ദൈവമായി തന്നെ കണ്ടുകൊണ്ട് അവൻ അർഹിക്കുന്ന മഹത്വം കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അവൻ അർഹിക്കുന്ന മഹത്വം കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമത്. നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായി മാറാനായിട്ട് ആവശ്യമായ കാര്യം അത്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരുമാകട്ടെ, എന്തുമാകട്ടെ, നിങ്ങളുടെ ജീവിതം അസാധാരണ ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് തെരഞ്ഞെടുത്ത് നിങ്ങളെ നിർത്തിയിരിക്കുന്നു. നിങ്ങളിലൂടെ അത്ഭുതങ്ങളെ ചെയ്യാനായിട്ട് കർത്താവിന് കഴിയും. നിങ്ങളിലൂടെ അസാധാരണ വീര്യപ്രവർത്തികളെ ചെയ്യാൻ കർത്താവിന് കഴിയും. അതിന് നമ്മിൽ വേണ്ട ഒറ്റ കാര്യതേ ഉള്ളൂ. ആമേൻ.
അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, നമുക്ക് ദൈവം ചെയ്ത നന്മകളെ നോക്കിയിട്ടല്ല. ദൈവം ദൈവമായതുകൊണ്ട് അവൻ അർഹിക്കുന്ന മഹത്വം കൊടുക്കുമ്പോൾ. അതായിരുന്നു അബ്രഹാമിന്റെ പ്രത്യേകത. അബ്രഹാമിന്റെ പ്രത്യേകത ചിന്തിച്ചു നോക്കുക. തലമുറ ലഭിച്ചിട്ടില്ല. തലമുറ ലഭിക്കാതിരുന്നപ്പോൾ ദൈവം പറഞ്ഞു പരിച്ഛേദന ഏൽക്കാൻ. അവൻ അത് ചെയ്തു. ദൈവം പറഞ്ഞു ഹല്ലേലൂയ, തന്റെ കർത്താവ് എന്തൊക്കെ പറഞ്ഞു അതെല്ലാം അവൻ അനുസരിച്ചു. 2, കർത്താവ് പ്രത്യക്ഷമായപ്പോഴൊക്കെ അവന് യാഗമർപ്പിക്കുന്നു, അല്ലെങ്കിൽ അവനെ ദൈവത്തിന് അർഹിക്കുന്ന മഹത്വം കൊടുക്കുന്നവരാണ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ കണക്ക് നോക്കിയല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അവൻ ദൈവമായതുകൊണ്ട് അവനെ നിങ്ങൾ മാനിക്കുമ്പോൾ, അവനെ മഹത്വപ്പെടുത്തുമ്പോൾ, ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്ത നിവർത്തി സംഭവിക്കുക മാത്രമല്ല, നിങ്ങളിലൂടെ ഹല്ലേലൂയ ലോക ജനതകളെ തൊടുന്ന പോലെ, ചരിത്രം തിരുത്തി കുറിക്കുന്ന പോലെ നിങ്ങളിലൂടെ വീര്യപ്രവർത്തികളെ ചെയ്യാൻ കർത്താവിന് കഴിയും. അത് സംഭവിച്ചിരിക്കും. അതിന് വേണ്ട ഏക കാര്യം ഇത് മാത്രമാണ്: ദൈവത്തെ ദൈവമായി കണ്ട് അവൻ അർഹിക്കുന്ന മഹത്വം കൊടുക്കണം. അതായിരുന്നു അബ്രഹാമിന്റെ പ്രത്യേകത. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമാകട്ടെ, വാഗ്ദത്ത നിവൃത്തി സംഭവിച്ചോ ഇല്ലയോ അവിടെ നോക്കിക്കൊണ്ടല്ല, അത്ഭുതങ്ങളുടെ എണ്ണം നോക്കിക്കൊണ്ടല്ല, നമ്മളിൽ ദൈവം ചെയ്ത വീര്യപ്രവൃത്തികളുടെ എണ്ണം നോക്കിക്കൊണ്ടല്ല, അവനിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ദൈവമാകിയാൽ അവൻ അർഹിക്കുന്ന മഹത്വം കൊടുക്കും. അവൻ അർഹിക്കുന്ന മഹത്വം അവന് കൊടുക്കുമ്പോൾ നമ്മളെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവം, നമ്മുടെ തലയെ ഉയർത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഒരു നാളും നാം ലജ്ജിച്ചു പോകുവാൻ സമ്മതിക്കാത്തവനായ ദൈവം നമ്മുടെ തലയെ ഉയർത്തി ജനതകൾക്ക് നമ്മെ ഒരു അനുഗ്രഹമാക്കുന്ന ദൈവം. അതേ പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ ജീവിതത്തിലെ പ്രത്യേകതയാണ് വാക്കുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്ക രീതിയിലുള്ള വലിയ ആരാധനയുടെ അഭിസംബോധനകൾ വാക്കുകളൊന്നും അവൻ ചെയ്യുന്നില്ല. പക്ഷേ അവൻ ദൈവത്തെ കണ്ടപ്പോഴൊക്കെയും ദൈവത്തെ മാനിക്കുന്നത് ഉത്സാഹമുള്ളവരാണ്. 2, അവൻ ദൈവം എന്തു പറഞ്ഞാലും ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാൻ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തിക്കും ഒതുക്കാൻ കഴിയാത്തതും തിരുത്താൻ കഴിയാത്തതും തിരുത്തിയെഴുതാൻ കഴിയാത്തതുമായ ഒന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം. അത് നമ്മിൽ സംഭവിച്ചിരിക്കും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ചെയ്ത വീര്യപ്രവൃത്തികളുടെയും അത്ഭുതങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല അവന് മഹത്വം കൊടുക്കേണ്ടത്. അവൻ ദൈവമാണെന്ന് കണ്ട് അവൻ മഹത്വം കൊടുക്കുക. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീര്യപ്രവൃത്തികൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ, അവയുടെ എണ്ണമെടുത്തോ വലിപ്പം നോക്കിയോ അല്ല ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്. ദൈവം ദൈവമാകൊണ്ട്, അവൻ അത്യുന്നതനായതുകൊണ്ട്, അവൻ വിശ്വസ്തനായതുകൊണ്ട് അവൻ അർഹിക്കുന്ന മഹത്വം കൊടുക്കുമെങ്കിൽ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുക മാത്രമല്ല, തന്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ ജീവിതത്തെ അവൻ ഉയർത്തിയിരിക്കും, മാനിച്ചിരിക്കും. നിങ്ങൾ നാണം കെട്ടെടുത്ത്, നിങ്ങൾ നിരാശപ്പെട്ടെടുത്ത്, നിങ്ങൾ തോൽവി സമ്മതിച്ചടത്ത് പോലും നിങ്ങളുടെ തലയെ ഉയർത്തി മാനിക്കുവാനായിട്ട് ഈ ദൈവം ശക്തനാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അപ്പാ ഹല്ലേലൂയ, ദൈവം ആരാണെന്ന് മനസ്സിലാക്കി അവൻ അർഹിക്കുന്ന മഹത്വം കൊടുക്കത്തക്കോളം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എവിടെയെങ്കിലും അതേ പരിശുദ്ധാത്മാവെ ഹല്ലേലൂയ അങ്ങയുടെ ശബ്ദത്തെ അവഗണിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് കീഴ്പ്പെട്ട് ആത്മാവിന്റെ ആ ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വീര്യപ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, അതിന് എണ്ണം നോക്കിയ വലിപ്പം നോക്കിയല്ല, ദൈവത്തിന്റെ വലിപ്പം നോക്കി, ദൈവത്തിന്റെ യഥാർത്ഥ നേച്ചർ നോക്കി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് കൃപയും സ്വസ്ഥതയും ജീവനുമായൊരു വെളിപ്പെടട്ടെ. അങ്ങനെ ദൈവത്തിന് അർഹിക്കുന്ന മഹത്വം കൊടുക്കുമ്പോൾ അതേ കർത്താവ് നിന്റെ മഹത്വത്താലും വീര്യത്താലും ആമേൻ ഹല്ലേലൂയ അവന് വിളിച്ചവന്റെ വിളിയിൽ നിൽക്കത്തക്കവണ്ണം ബലം പകരുന്ന കർത്താവ് ഈ ദിവസങ്ങളുടെ ജീവിതത്തിൽ വലിയ വീര്യപ്രവൃത്തികൾ സംഭവിക്കട്ടെ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അവസ്ഥകൾ മാറട്ടെ, ജയം ഉണ്ടാകട്ടെ. അത്ഭുതകരമായി മാനിക്കുന്നതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ രോഗികളായിട്ടുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിപ്പിണറാനുള്ള സൗഖ്യം ഇപ്പോൾ വെളിപ്പെടട്ടെ. പൂർണ്ണമായ രോഗസൗഖ്യം അവരുടെ മേൽ കൽപ്പിക്കുന്നു, പൂർണ്ണമായ വിടുതലിനെ കൽപ്പിക്കുന്നു.
പൂർണ്ണമായ ആശ്വാസത്തെ കൽപ്പിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. കൃപയിൽ സൂക്ഷിക്കണം. എല്ലാ മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാണ് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.